അല്പസമയം സ്വതന്ത്രമായിട്ട് നമ്മുടെ മധ്യയുള്ള ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് നന്ദി പറയാം, സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കുന്നേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ദൈവമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, praise Jesus, praise the Lord Jesus. Hallelujah, 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 hallelujah. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. സങ്കീർത്തനത്തിലെ 51:15 വായിക്കുകയാണ്. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവിന് സ്തുതികൾ നിരന്തരം, നന്ദിയുടെ സ്തുതികള്, കൃതജ്ഞതയുടെ ബലികള് ഒക്കെ അർപ്പിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മുടെ സങ്കീർത്തനങ്ങളിൽ ഉടനീളം കാണുക, അല്ലെ? ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് ദാവീദ് 52-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുക: അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. എന്താണ് പറഞ്ഞത്? അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ അവിടുത്തോട് നന്ദി പറയും. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ദാവീദിന് ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്ന് ദാവീദിന് ബോധ്യമുണ്ട്. എന്തൊക്കെയാണ് ദാവീദിന് കൊടുത്ത അനുഗ്രഹങ്ങൾ? നമുക്കറിയാം, ദാവീദ് വെറും ഒരു ബാലനായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? ആടുകളെ മേയിച്ചു നടക്കുകയായിരുന്നു. ഒരു സാധാരണ പയ്യൻ, ചിന്ന പയ്യൻ, അല്ലെ? ആടിനെയൊക്കെ മേയിച്ച് നടക്കുന്ന ഒരു സാധാരണക്കാരനാ പയ്യൻ. അപ്പോഴാണ് ഈ ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് ജെസ്സയുടെ ഭവനത്തിലെത്തിയ പ്രവാചകൻ ജെസ്സയുടെ 7 മക്കളെയും ഇങ്ങനെ നോക്കി, ആരാണ് ദൈവം നൽകിയ ഒരു നിർദ്ദേശമനുസരിച്ച് ജെസ്സയുടെ മക്കളിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ആ തിരഞ്ഞെടുപ്പ് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആരെയാണ് എന്ന് ചോദിച്ച് ആ ഭവനത്തിൽ ചെന്നപ്പോഴ് ജെസ്സയുടെ പിതാവ് എന്ത് ചെയ്തു? ജെസ്സ എന്ത് ചെയ്തു? 7 മക്കളെ കാണിച്ചു കൊടുത്തു. പക്ഷെ ഈ ദാവീദിനെ കുറിച്ച് മിണ്ടിയില്ല. ഓരോരുത്തരെ മാറ്റി നിർത്തി അവസാനം നിന്റെ എല്ലാ മക്കളും ഇവിടെ വന്നോ, ഉണ്ടോ, എത്തിയോ, കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ദാവീദിന്റെ കൊച്ചു പയ്യനെ കുറിച്ച് പിതാവ് വെളിപ്പെടുത്തുന്നത്, അല്ലെ? അപ്പോഴാണ് പ്രവാചകൻ പറയുന്നു, അവനെ വിളിക്കുക. അവൻ വന്നപ്പോഴ് അവനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. അപ്പൊ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത രീതി ഓർത്താൽ ദാവീദിന്റെ ഹൃദയം നന്ദിയാൽ നിറയും. അപ്പം തൻ്റെ വീട്ടിലെ കരുത്തരായ യോദ്ധാക്കളായവര്, വലിയവരായ, ഉയരമുള്ളവർ, ആകാര ഭംഗിയുള്ളവര്, പല വിധത്തിലും ശ്രേഷ്ഠരായ സഹോദരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരിലെല്ലാം എളിയവനായ ഈ ഇടയ ചെറുക്കനായ എന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ള ബോധ്യം ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. പിന്നീട് നമുക്കറിയാം, ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനെ തോൽപ്പിക്കുന്ന രംഗം, അല്ലെ? അവിടെ ഫിലിസ്തീനോട് തോറ്റ് പിന്മാറി നിൽക്കുകയാണ്. ഇനി ആരുമില്ലെന്ന് ഈ ഗോലിയാത്ത് എന്ന മല്ലനോട് നേരിടാനായിട്ട്. ഇസ്രായേൽക്കെല്ലാം പേടിയായി, ഭയമായി. ഈ മല്ലനായ ഗോലിയാത്താകട്ടെ ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ അവസരത്തിലാണ് ഇത് കേട്ട് അതിലെ വന്ന യുദ്ധമൊക്കെ ഒന്ന് കാണാൻ വന്ന ദാവീദ് ഇവനെ നേരിടാൻ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ രാജാവ് ആദ്യമൊന്ന് സ്തംഭിച്ചെങ്കിലും, അല്ലെ, അവന് വേണ്ടുന്ന രാജാവിന്റെ ഓർച്ചട്ടയും പരിചയം വസ്ത്രങ്ങളും എല്ലാം എടുത്ത് കണിയിക്കുക. അതൊക്കെ രാജാവ് നന്നതായതുകൊണ്ട് അവനൊന്ന് സ്വീകരിച്ച് ഒന്ന് ധരിച്ചു നോക്കി. പക്ഷെ തൻ്റെ ഈ ശരീരത്തിന് അതൊന്നും ചേരുന്നില്ല. അതൊന്നും വെച്ചുകൊണ്ട് തനിക്ക് ഈ രാജാവ് നൽകുന്ന ആയുധങ്ങളോ സംരക്ഷണമോ ഒന്നും തനിക്ക് ചേർന്നതല്ല എന്ന് ദാവീദിന്റെ ഉള്ളിൽ ദാവീദിനോട് പറഞ്ഞു. ദാവീദിനുള്ള പരിശുദ്ധാത്മ അഭിഷേകം ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു, ഇതൊന്നും നിനക്ക് ഉപകരിക്കുകയില്ല. എന്നിട്ട് അവനെ ഓർമ്മപ്പെടുത്തി കൊടുത്തു അവൻ എങ്ങനെയാണ് അഭിഷേകത്തിന്റെ നിമിഷങ്ങൾ അവന്റെ ജീവിതത്തില്
അവന്റെ ബുദ്ധിമുട്ടുകളിൽ, അവന്റെ പ്രയാസങ്ങളിൽ എങ്ങനെയാണ് കർത്താവിന്റെ കരം, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് അവന് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതാണ് അവൻ പറയുന്നത്, രാജാവേ, ഞാൻ സിംഹത്തെ, കരടിയെ ഒക്കെ നേരിട്ടിട്ടുണ്ട്. എന്റെ ആടുകളെ ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷിക്കാൻ, സിംഹത്തിൽ നിന്ന് രക്ഷിക്കാൻ, കരടിയിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് ഉപയോഗിക്കുന്ന ആയുധം എന്താണ്? കവണയും കല്ലും. ഈ ആയുധം ഉപയോഗിച്ച് ഞാൻ സിംഹത്തെ കൊന്നിട്ടുണ്ട്, കരടിയെ ചെറുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആടുകളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ആ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ മല്ലനായ ഗോലിയാത്തിനെ നേരിടാനായിട്ട്, ഈ സിംഹഗർജനം മുഴക്കുന്ന ഈ ഭീമനെ നേരിടാനായിട്ട് എനിക്കത് മതിയെന്ന് അവന് ബോധ്യം കിട്ടുകയാണ്. അപ്പൊ അവനിൽ പ്രവർത്തിച്ച ആ ദൈവശക്തി, അവന്റെ ഉള്ളിലുള്ള ദൈവാത്മാവ് അവന് ബലം കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന വചനം നമുക്കറിയാമല്ലോ. അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായലില്ലാതായാലും, ഗോതമ്പ് വയലുകളിൽ വിളയുന്നില്ലെങ്കിലും, ആലയിൽ ആട്ടിൻപറ്റും അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അവിടുന്നാണ് എൻ്റെ ബലം, അവിടുന്നാണ് എൻ്റെ ബലം. എൻ്റെ ആട്ടിൻപറ്റമോ, എൻ്റെ കന്നുകാലിക്കൂട്ടമോ, എൻ്റെ ഗോതമ്പ് വയലിലെ ധാന്യ വിളവുകളോ, എൻ്റെ മുന്തിരിക്കൊലയുടെ ഫലങ്ങളോ ഒന്നുമല്ല എൻ്റെ ബലം, എൻ്റെ ശക്തി, എൻ്റെ ധനം. കുറിച്ച് കർത്താവാണ് എൻ്റെ ധനം. ഈ ഒരു ബലത്തോടു കൂടെയാണ് പ്രവാചകൻ പറയുന്നത്, ആനന്ദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ദാവീദ് പറയാൻ, ഈ പോർച്ചത്തെയോ രാജാവ് തരുന്ന ഈ വാളോ ഈ ആയുധങ്ങളോ ഒന്നുമല്ല എൻ്റെ ബലം. എൻ്റെ ബലം എൻ്റെ ദൈവം എനിക്ക് ആയുധമായി തന്ന, എന്നിൽ നിക്ഷേപിച്ചു വന്നിരിക്കുന്ന ഈ ഒരു വിദ്യയാണ്. അത് കവണയും കല്ലും ഉപയോഗിക്കാനുള്ള ഒരു കഴിവാണ്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ അനുമതിയോടെ അവൻ ഗോലിയാത്തിന്റെ നേരെ ചെല്ലുകയാണ്. അല്ലേ? ഗോലിയാത്ത് എന്ന ഭീമനെ അവൻ ഈ ഒരു കല്ലുകൊണ്ട്, കവണയിൽ കല്ല് വെച്ച് അവന്റെ നെറ്റിക്ക് നോക്കി എറിഞ്ഞുപോലെ വലിച്ചുവിട്ട്, കാഞ്ചി വലിച്ചുവിട്ട് അത് അവന് ലക്ഷ്യത്തിൽ ചെന്നു. ഈ മല്ലനാകട്ടെ വീണു. അപ്പോൾ ആ മല്ലന്റെ മേൽ കയറി നിന്നുകൊണ്ട് അവന് തന്നെ വാളൂരി ദാവീദ് അവന്റെ തല വെട്ടി. ഇല്ലേ? അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ കരം ഉപയോഗിച്ച്, ദൈവത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലുള്ള ദൈവശക്തിയെ നമ്മൾ വിശ്വസിച്ച് അത് ഉപയോഗിച്ച് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വിജയം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധ വിജയങ്ങളാണ് ദാവീദിന്റെ ജീവിതത്തിൽ പിന്നീടും ഉണ്ടായിട്ടുള്ളത്. ദാവീദിന്റെ സൈന്യം ഒരിടത്തും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ദാവീദിനെ പിന്നീട് രാജാവാക്കുന്നു. ദാവീദ് രാജാവായപ്പോൾ യുദ്ധങ്ങളിലെല്ലാം വിജയിക്കുന്നു. അല്ലെ? യുദ്ധങ്ങളിലെല്ലാം വിജയിക്കുന്നു. അപ്പൊ ഈ യുദ്ധ വിജയങ്ങളെല്ലാം ദാവീദ് നന്ദിയോടെയാണ് ഏറ്റുപറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. അപ്പൊ ദൈവത്തിന്റെ ശ്രേഷ്ഠ നാമത്തിന് നന്ദി പറയണമെന്നുള്ള ആഴമായ ഒരു അവബോധം ആർക്കുണ്ടായിരുന്നു? ദാവീദ് രാജാവിനുണ്ടായിരുന്നു. ദാവീദിനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ഏത് സങ്കീർത്തനങ്ങൾ നോക്കിയാലും ദൈവത്തിന് സ്തുതിയെ, ദൈവത്തിന് നന്ദിയെ, ദൈവത്തിന്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചതാണ് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുക, വചനത്തിൽ എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതിന് ഏറ്റവും നല്ല മാതൃകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 50-ാം സങ്കീർത്തനം. കൃതജ്ഞതയാണ് ദൈവത്തിന് അർപ്പിക്കേണ്ട ബലി. അതുപോലെ ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ബലിയർപ്പണത്തിന് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം, നമ്മുടെ ഹൃദയത്തിന്റെ ഭാവം എന്തായിരിക്കണം? കൃതജ്ഞതാഭാവം, അതിൽ നന്ദി ഭാവമായിരിക്കണം. ഈ ഒരു അനുഭവത്തോടെ ഇനി എന്താണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്? പലരും എന്താണ്, പല പുതിയ നിയോഗങ്ങൾ സമർപ്പിക്കാനാണ്, പുതിയ അപേക്ഷകൾ വയ്ക്കാനാണ്, പുതിയ അർത്ഥനകൾ ചോദിക്കാനാണ്, പുതിയ ആവശ്യങ്ങൾ പറയാനാണ്. ധന്യന്മാരുടെ മധ്യസ്ഥതയിലൂടെ ദൈവസന്നിധിയിലേക്ക് ചില പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, ജീവിത ദുഃഖങ്ങൾ, മക്കളെ ഓർത്തുള്ള വേദനകൾ, അല്ലെ, ഇതൊക്കെ സാമ്പത്തിക
പ്രയാസങ്ങൾ, ഇതൊക്കെ സമർപ്പിക്കാനാണ് ഒരുപക്ഷെ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ദാവീദ് ചെയ്തത് എന്താണ്? തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേക ശക്തി ഇറങ്ങിയ നിമിഷങ്ങളെ ഓർമ്മിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കരം പ്രകടമായതിനെ ഓർത്തുകൊണ്ട്, കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം തന്ന വിജയങ്ങളെ ഓർത്തുകൊണ്ട് ദാവീദ് നന്ദി പറയുകയാണ്. അപ്പോൾ കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഇതാണ് ദാവീദിന്റെ മനോഭാവം. ആ മനോഭാവമാണ് കത്രിക്കാട്ടിൽ മത്തായിച്ചൻ തന്റെ ജീവിതത്തിൽ പുലർത്തിയത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. അപ്പം ഈ നന്ദിയുടെ ഭാവം എന്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ, അപ്പൊ നമ്മൾ കണ്ടെത്തണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ കാണാൻ കഴിയണം, ദൈവത്തിന്റെ കരം കാണാൻ കഴിയണം, അതിനെ ദൈവാനുഗ്രഹമായിട്ട് എണ്ണാൻ കഴിയണം, എങ്കിലേ അവന് യഥാർത്ഥത്തിൽ നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ജനിച്ച നിമിഷം നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചതാണ് നമ്മൾ ജനിച്ച നിമിഷം? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പം നമ്മൾ ബർത്ത്ഡേ പറയുമ്പോൾ 1945 ജനുവരി 10 ഞാൻ ജനിച്ചു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ ദിവസം ആരാണ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്? ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞ ദൈവം. അല്ലെങ്കിൽ എഫേസ്യോസ് 4 പറയുന്നത് പോലെ ലോക സ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് നിന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ എന്റെ കരങ്ങളിലേക്കാണ് പിറന്നു വീണത്. അല്ലെ, ജെറമിയായിട്ട് പറഞ്ഞില്ലേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, എന്റെ കരങ്ങളാണ് നിന്നെ മെനഞ്ഞത്. അപ്പോ നമ്മുടെ ജനനത്തെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് അവർ തീരുമാനിച്ച നിമിഷത്തിലും അവർ തീരുമാനിച്ച വിധത്തിലും അവർ ആഗ്രഹിച്ച വിധത്തിലും ഒക്കെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. ഒരു സ്ത്രീ ആകണം, അല്ല ഒരു പെൺകുട്ടിയാകണം, ഒരു ആൺകുട്ടിയാകണം, ഇത് എന്ന് അവൻ ഉറപ്പിച്ച് ചെയ്താലും അങ്ങനെയാണോ വരുന്നത്? അല്ല, അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പൊ ഞാനൊരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കുന്നു, ഒരു കുഞ്ഞൊരു പെൺകുട്ടിയോ പെൺകുഞ്ഞോ ആൺകുഞ്ഞോ ആകുന്നു, ഇതൊക്കെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പൊ നമ്മുടെ ജനനത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മളായിരിക്കുന്ന വ്യക്തിത്വത്തെ കുറിച്ച്, നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച് നമ്മൾ ആർക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു? നമ്മുടെ ജീവനും ജീവിതവും ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ നമ്മുടെ ജന്മദിനത്തെ ഓർത്ത്, ജന്മനിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെ നമ്മൾ അനുഗ്രഹങ്ങൾ എണ്ണിയെടുക്കുക? എന്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ? അപ്പൊ നിന്റെ ജന്മം ആണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നിനക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നു, നിന്നെ ഒരു മനുഷ്യനായിട്ട് ജനിപ്പിച്ചു, നിന്നെ ഒരു സ്ത്രീയായി അല്ലെങ്കിൽ ഒരു പുരുഷനായി നിനക്ക് ജന്മം തന്നു, ഒരു അവസ്ഥ തന്നു നിനക്ക്, അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗ്യത്തെ നമുക്കൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാലോ? തിരുമുഖം നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്കിലും ഈ കൂട്ടായ്മയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജന്മ ദിവസത്തെ ഓർത്ത്, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഓർത്ത്, യാതൊരു അംഗവൈകല്യവും കൂടാതെ നല്ലൊരു ജീവിതം, നല്ലൊരു മനുഷ്യരൂപം, നല്ലൊരു സ്ത്രീ രൂപം, ഒരു പുരുഷ രൂപം നമുക്കിന്നുണ്ട്. ഇതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ സ്വന്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഓർക്കാം, നമ്മളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വളർന്നു വന്നതിന്റെ പിന്നില് നമ്മുടെ മാതാപിതാക്കളുടെ വലിയ സ്നേഹത്തിന്റെ ഒരു പരിപാലനയുടെ കരങ്ങളുണ്ട്, അല്ലെ? ദൈവത്തിന്റെ കരമായിട്ട് ആര് പ്രവർത്തിച്ചു? നമ്മുടെ മാതാപിതാക്കൾ പ്രവർത്തിച്ചു. നമുക്കറിയാം, ഒരു മനുഷ്യ കുഞ്ഞിന് ഒരിക്കലും സ്വയം ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? ജനിച്ച ഉടനെ അമ്മയിൽ നിന്ന് ആ കുഞ്ഞ് വേർപെട്ടാൽ, അമ്മയുടെ സാന്നിധ്യം അതിന് ലഭിക്കുന്നില്ല എങ്കിൽ, പകരമായ എന്തെങ്കിലും സംരക്ഷണം അതിന് കൊടുക്കുന്നില്ല എങ്കിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ കുഞ്ഞ് മരണം വരും. തീർച്ചയായിട്ടും. അതേസമയം ഒരു പശുക്കുട്ടിയോ ഒരു കാളക്കിടാവോ അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അത് രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞിന് ആദ്യത്തെ 3-4 വർഷത്തേക്കെങ്കിലും നിരന്തരമായ ഒരു പരിചരണം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ മാതാപിതാക്കളിലൂടെ
നമ്മുടെ കൂടപ്പിറപ്പുകളിലൂടെയൊക്കെ നമ്മളെ സംരക്ഷിച്ച ദൈവത്തിന്റെ പരിപാലന അനുഗ്രഹമായിട്ട് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ എൻ്റെ ബാല്യം, എൻ്റെ ശൈശവം, എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, ഈ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം എന്നെ സംരക്ഷിച്ചു, ദൈവം എന്നെ വളർത്തി, ദൈവം എന്നെ പരിപാലിച്ചു. മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, ഗുരുക്കന്മാരിലൂടെ, ഇല്ലേ, അയൽക്കാരിലൂടെ, മറ്റു പലരിലൂടെയും എത്രമാത്രം കാര്യങ്ങളാണ് എനിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. നന്ദി പറയണ്ടേ, നന്ദി പറയണ്ടേ? ഇതൊക്കെ ദൈവാനുഗ്രഹങ്ങളല്ലേ? പിന്നെ നമ്മൾ ചിലപ്പോൾ ഓർത്ത് വിഷമിക്കും, ഓ എന്റെ ദൈവം, എന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ജനിച്ചു പോയല്ലോ, എനിക്ക് വിലപിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലെ ദൈവകരം ദർശിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഒരു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിപാലനയുടെ കരങ്ങള് ദർശിച്ച് നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുക. അപ്പോൾ എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ദാവീദ് രാജാവ് തന്നോട് തന്നെ ഇടയ്ക്ക് പറയുന്നതായിട്ട് സങ്കീർത്തനം 103:1 നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ ആത്മാവെ, പറഞ്ഞേ, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കുകയാണ് ജന്മത്തിൽ ദൈവം ചെയ്ത കാര്യം, അനുഗ്രഹം. വീണ്ടും നമ്മളിപ്പോ ഓർമ്മിക്കുകയാണ് ശൈശവ, ബാല്യ, കൗമാര കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്ത അനുഗ്രഹം. അപ്പൊ ഇതെല്ലാം ഓർത്ത് നമ്മൾ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ഉള്ളിൽ നിന്ന് ദൈവത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണം. അപ്പൊ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു കൃതജ്ഞതയുടെ ബലിയായിരിക്കണം ഞാൻ അർപ്പിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുക, ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എന്റെ വിശ്വസ്തരെ എന്റെ അടുത്ത് വിളിച്ചു കൂട്ടുവിൻ. നമ്മൾ ഈ ബലിയർപ്പണത്തിൽ വേണം കർത്താവിനോട് സംസാരിക്കാൻ, ബലിമധ്യേ. അപ്പൊ കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ബലിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും വീണ്ടും നമുക്ക് ആവശ്യമുള്ളവ ദൈവത്തോട് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യണം. അപ്പൊ എപ്പോഴും നന്ദിയോടുകൂടെ വേണം നമ്മൾ ബലിയർപ്പണം നടത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ സിറോ മലബാർ കുർബാനയിലെ പ്രാർത്ഥനയുടെ എല്ലാ പ്രാർത്ഥനയുടെയും അവസാനത്തിൽ ചേർക്കുകയാണിത്, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ഇല്ലേ? എല്ലാ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മറുപടി എന്താണ്? അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. അപ്പൊ ദൈവത്തിന്റെ അവർണ്ണനീയമായ ദാനം, തന്നെ ഭക്ഷണമായി തന്ന സ്നേഹം ഓർത്ത് നമ്മൾ കുർബാനയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പൊ ഈ കുർബാന ഏറ്റവും വലിയ കൃതജ്ഞതാ പ്രാർത്ഥനയാണ്, കൃതജ്ഞതാ ബലിയാണത്. അപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കുകയാണ്, ഇന്ന് നമ്മൾ ഓർക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ. ഇനി എങ്ങനെയൊക്കെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് പറയുമ്പോൾ സാധാരണ രീതി എന്ന് പറഞ്ഞു നമുക്ക് 2-3 തരത്തിലൂടെ നന്ദി പ്രകാശിപ്പിക്കാം. അല്ലെങ്കിൽ പിതാക്കന്മാര് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സാധാരണ രീതി, അതായത് നമുക്കിപ്പോ നമുക്കൊരു 1000 രൂപ കടം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് കടം ചോദിച്ചു, അയാൾ 1000 രൂപ തരുമ്പോൾ നമ്മൾ എന്ത് പറയും? നന്ദി പറയും, ഉപകാരം എന്ന് പറയും, ഇല്ലേ? നന്ദി പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്യുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും സാധാരണമായ രീതിയിൽ നമ്മൾ നന്ദി പറയണം. ഇത് ഈശോ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. 10 കുഷ്ഠരോഗികളിൽ ഒരാള് തിരിച്ചു വന്ന് നന്ദി പ്രകാശിപ്പിച്ചപ്പോൾ ഈശോ, നിനക്ക് നന്ദി പറയാൻ തോന്നിയല്ലോ, നിനക്ക് മാത്രമേ തോന്നിയുള്ളല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയുമ്പോഴേ അതിന് നമ്മൾ നന്ദി പറയണം. മറ്റൊന്ന്, നമ്മുടെ ഹൃദയത്തിൽ ഒരു നന്ദിയുടെ മനോഭാവം പുലർത്തണം. ആ വ്യക്തിയോട് നന്ദി പറഞ്ഞു തീർന്നോ? ആ വ്യക്തിയോട് നമുക്കൊരു മനോഭാവം നന്ദിയുടെ ഉണ്ടായിരിക്കണം. കൂടുതൽ വിശദമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ നമ്മളൊരു അപകടത്തിൽപ്പെട്ടു, റോഡിൽ കിടക്കുകയായി. ഈ അവസ്ഥയിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ രക്തം വാർന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ അവസ്ഥയിൽ അതിലേ വന്ന ഒരാൾ, ആരൊക്കെയോ കടന്നുപോയി. നമ്മൾ സമ്രാന്റെ കഥയിൽ പറയുന്നത് പോലെ ആരൊക്കെ
പോയി. പക്ഷേ ഒരാൾ വന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കിക്കഴിഞ്ഞാൽ അവിടെ ചെത്തുന്നപ്പം അവര് പറയുകയാണ്, എത്രയും പെട്ടെന്ന് എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി, അല്പം വൈകിയായിരുന്നെങ്കിൽ ജീവൻ പോകുമായിരുന്നു എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എന്നെ രക്ഷപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് അന്വേഷിക്കും. ആ വ്യക്തിയോട് ആയുഷ്കാലം മുഴുവൻ എനിക്കൊരു നല്ല ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അയാളോട് എന്നും എൻ്റെ ജീവനെ പ്രതി ഞാൻ നന്ദിയുള്ളവനായിരിക്കും. അവിടെ എൻ്റെ ഹൃദയത്തിന്റെ ഒരു മനോഭാവം, ഒരു നന്ദിയുടെ മനോഭാവം. അതൊരു വാക്കിൽ തീരുമോ? താങ്ക് യു എന്ന് പറഞ്ഞതുകൊണ്ട് തീരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു നന്ദിയുടെ മനോഭാവമായിരിക്കും അത് നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നന്ദി പ്രകാശനമാണ് രണ്ടാമത്. അപ്പം ദൈവത്തിന് നമ്മൾ വാക്കുകളിൽ നന്ദി പ്രകാശിപ്പിച്ചാൽ പോരാ, അല്ലെ നന്ദി എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞ അതുകൊണ്ട് മാത്രം പോരാ, മറിച്ച് ദൈവത്തോട് നമുക്കൊരു നന്ദിയുടെ ഹൃദയഭാവം ഉണ്ടായിരിക്കണം. നന്ദിയുടെ ഹൃദയഭാവം ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമതായിട്ട് അപ്പം വിശുദ്ധ ക്രിസ്തോസ്തം പറയും, നമുക്കൊരാൾ അനുഗ്രഹം ചെയ്ത് തന്നാല്, എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ തന്നവര് ചിലപ്പോൾ അത് മറന്നു പോകും. ഇല്ലേ? ഞാൻ ഇന്ന് അയാളുടെ ജീവൻ രക്ഷിച്ചല്ലോ എന്ന് അയാൾ ചിലപ്പോൾ ഓർക്കുന്ന വരില്ല. പക്ഷെ ആ അനുഗ്രഹം സ്വീകരിച്ച വ്യക്തി തീർച്ചയായിട്ടും അത് എന്നും ഓർമ്മിക്കും. അപ്പോൾ ഇപ്രകാരം ഹൃദയത്തിൽ കോറിയിടുന്ന ഒരു നന്ദിഭാവമാണ് ദൈവത്തോട് നമുക്കുണ്ടായിരിക്കേണ്ടത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എന്നേക്കുമുള്ള അനുഗ്രഹങ്ങളാണ്, എന്നേക്കുമുള്ള അനുഗ്രഹങ്ങളാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും ആ നന്ദിഭാവം എന്നേക്കുമുള്ളതായിട്ട് മാറണമെന്ന് വിശുദ്ധ ക്രിസ്തോസ്തോ പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മളുടെ സംസാരത്തിലും വാക്കിലും ഒക്കെ ഈ നന്ദി പ്രകടമാകണം. അതാണ് മൂന്നാമത്തെ കാര്യം. നമ്മൾ ജസ്റ്റ് നമുക്ക് താങ്ക് യു പറഞ്ഞു, അല്ലെ നന്ദി പറഞ്ഞു, അതുകൊണ്ട് തീരുന്നില്ല. ഹൃദയത്തിൽ മുഴുവൻ, ജീവിതം മുഴുവൻ നിൽക്കുന്ന ഒരു മനോഭാവമായിട്ട് നന്ദി മാറണം. മൂന്നാമത് പറയുകയാണ്, നമ്മുടെ സംസാരത്തിലൂടെ അത് നമ്മൾ അനുസ്മരിച്ച് സാക്ഷ്യപ്പെടുത്തണം. ഉദാഹരണത്തിന് നമ്മളൊക്കെ ധ്യാനം കൂടുന്നവരാണ്. ധ്യാനം കൂടുമ്പോൾ പലരും പല പ്രാർത്ഥനകളുമായിട്ട് ധ്യാനത്തിലിരിക്കും, ഇല്ലേ? ധ്യാനം കഴിയുമ്പോൾ അവർ വന്ന് എന്ത് ചെയ്യും? അനുഗ്രഹങ്ങൾ ലഭിച്ചവര്, ചില സൗഖ്യങ്ങൾ കിട്ടിയവര് വന്ന് സാക്ഷ്യപ്പെടുത്തും. വാക്കുകളിൽ എഴുതി കൊടുത്തോ അല്ലെങ്കിൽ വാക്കുകളിൽ നന്ദി പ്രകാശിച്ച് അവരുടെ അനുഭവം പറഞ്ഞോ അവര് പറയുമ്പോൾ അവർ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇപ്രകാരം മറ്റുള്ളവരോട് അവരത് പോയി പറയും, ഇല്ലേ? ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് എന്റെ മുഴ മാറിപ്പോയി ശരീരത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു വീട് വയ്ക്കാനായിട്ട് ദൈവാനുഗ്രഹം ലഭിക്കണമെന്ന്. അപ്പോൾ ആ ധ്യാനത്തിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇന്നേ ആൾക്ക് വീട് വയ്ക്കാൻ കൃപ നൽകുന്നു. അപ്പൊ അത് എനിക്ക് അടുത്ത ആഴ്ച തന്നെ അതിനുള്ള ഒരു അവസരമുണ്ടായി. ഇങ്ങനെയൊക്കെ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവർ വന്നത് വിളിച്ചു പറയും, മറ്റുള്ളവരോട് അത് പറയും, അല്ലെ? ഇപ്രകാരം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകള്, ദൈവം നമുക്ക് ചെയ്ത നന്മകള് നമ്മള് നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരോട് പറയണം. ഉദാഹരണം നമുക്കറിയാം, സുവിശേഷത്തില് ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നുണ്ട്, ഇല്ലേ? അവൻ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കല്ലറയിൽ നിന്നെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് അവനെ വലിയ തോതിൽ ഉള്ള പൈശാചിക പീഡയിൽ നിന്ന് ഈശോ തിരിച്ചു കഴിയുമ്പോൾ അവൻ, ഞാൻ ഗുരുവെ നിന്നെ അനുഗമിക്കട്ടെ, ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞപ്പം എന്താ പറഞ്ഞേ? കൂടെ വരാനാണോ പറഞ്ഞത്? അല്ല, നീ പോയി ഇത് നിന്റെ വീട്ടിലുള്ളവരോടും നാട്ടിലുള്ളവരോടും പറയാനാണ് പറഞ്ഞത്, അല്ലാതെ കൂടെ വരാനായിട്ട് പറഞ്ഞില്ല. പോയി പറഞ്ഞു. ഇനി ആ സമ്പ്രദായക്കാരിയാണ് തന്നെ അവളുടെ ജീവിതത്തില് യഥാർത്ഥ ജീവന്റെ ഉറവയെ കണ്ട് ദാഹജലം, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് വേണ്ടത്. ആ ദാഹം ശമിപ്പിക്കുന്ന സ്നേഹം മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ദൈവസ്നേഹത്തിലാണെന്നുള്ള ബോധ്യമൊക്കെ വന്ന് അവള് ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കില്ല എന്നുള്ള ആ വെളിപ്പെടുത്തലില് യഥാർത്ഥ ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് അവള് തന്റെ ജീവൻ കൊടുത്തപ്പോഴ്, സമർപ്പിച്ചപ്പോഴ്, അവൾക്ക് ആ ഒരു സ്നേഹാനുഭവം ലഭിച്ചപ്പോഴ് അത് പറയാൻ അവള് നന്ദിയോടെ എങ്ങോട്ട് പോയി?
കുടം വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ അവൾ പ്രഘോഷിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ അനുഗ്രഹങ്ങള് മറ്റുള്ളവരോട് പറയുകയും അത് നമ്മുടെ സംസാര വിഷയവുമാക്കുകയും വേണം. നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു മാർഗം ഇതാണെന്നാണ് പിതാക്കന്മാർ പറയുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വാക്കുകളില് മനോഭാവത്തില് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നവരാണ് നമ്മുടെ സംസാരം കൃതജ്ഞതയുടെ സംസാരമായി മാറണം. ഇനി മറ്റൊന്ന്, നമ്മുടെ യാതനകളിൽ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം, കഷ്ടതകളിൽ നമ്മൾ പ്രകാശിപ്പിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ മാത്രമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ജോബിനെ നമുക്ക് ഓർമ്മിക്കാം. ജോബിന്റെ ജീവിതത്തിലേക്ക് എല്ലാം ദൈവം വലിയ അനുഗ്രഹങ്ങളാണ് ചെയ്തത്. ഒത്തിരി സമ്പത്ത് കൊടുത്തു, 10 മക്കളെ കൊടുത്തു. മക്കളൊക്കെ നല്ല മക്കളായിരുന്നു. അവരൊക്കെ ഒരുമിച്ച് കൂടുകയും സന്തോഷിക്കുകയും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്ത മക്കളാണ്. പക്ഷെ ജോബ് അതിനേക്കാൾ നീതിമാനും നല്ലവനുമായിരുന്നതുകൊണ്ട് ഇനി ഈ മക്കളൊക്കെ ഭവനത്തിൽ ഒത്തുകൂടുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, വിരുന്നൊരുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്മ പ്രവർത്തിക്കുമോ എന്ന് ഭയന്ന് ഓരോ മക്കൾക്ക് വേണ്ടിയും ജോബ് ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഈ ജോബിന്റെ ജീവിതത്തിലേക്കാണ് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് അനുവാദം മേടിച്ച് സാത്താൻ പരീക്ഷണങ്ങളുമായിട്ട്, ദുരന്തങ്ങളും ദുരിതങ്ങളുമായിട്ട് കടന്നാക്രമിക്കുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് ആദ്യമേ അവന്റെ ഭൗതിക സമ്പത്തുകളെല്ലാം എടുക്കപ്പെടുകയാണ്. ആയിരക്കണക്കിന് ഒട്ടകങ്ങള് നശിച്ച് ചത്തുപോവുകയാണ്. അതുപോലെ തന്നെ അവന്റെ ആടുമാടുകളെല്ലാം ചത്തുപോവുകയാണ്. അതുപോലെ ഗോതമ്പ് വയലുകൾക്ക് തീ പിടിക്കുകയാണ്. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അതെല്ലാം നശിച്ചു പോകുന്ന അനുഭവമാണ്. ഇങ്ങനെ ദുരിതം ഒന്നിനു പിറകെ ദുരിതം ഓരോന്നായിട്ട് കൃത്യന്മാർ വന്ന് അറിയിക്കുമ്പോൾ ജോബ് എന്താണ് പറയുന്നത്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ജോബിന്റെ മനോഭാവം അവിടെ കൃതജ്ഞതയുടെ നന്ദി, ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത് മഹത്വപ്പെടുത്തുകയാണ്. കഷ്ടതയിൽ നിന്നുകൊണ്ട്, യാതനയിൽ നിന്നുകൊണ്ട്, തകർച്ചയിൽ നിന്നുകൊണ്ട്, ദുരിതത്തിൽ നിന്നുകൊണ്ട്, നഷ്ടത്തിൽ നിന്നുകൊണ്ട്. ഇതാണ് കഷ്ടതയിലും യാതനയിലും തകർച്ചയിലും ദുരിതത്തിലുമെല്ലാം ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കഷ്ടതയുടെ കാലങ്ങളിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ചെയ്യുക. ആ ജോബിന് പിന്നീട് എന്താണ്? സ്വന്തം ഭാര്യ വിട്ടുപോയി, ജീവിതം മുഴുവൻ ദുരിതത്തിലായി, അല്ലേ? ശരീരം മുഴുവൻ കുഷ്ഠം വന്ന് വ്രണങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും നിവൃത്തിയില്ലായിട്ട് ചാരത്തിലിരുന്ന് പഴുപ്പും ചലവുമെല്ലാം മൂലം വല്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ട് ചാരത്തിലിരുന്നാണ് അല്പം ആശ്വാസം കാണുന്നത്, അല്ലെ? വ്രണങ്ങളൊക്കെ ഒന്ന് ഈച്ചയൊക്കെ വന്ന് അല്ലെങ്കിൽ ശല്യം ചെയ്യാതിരിക്കാൻ ചാരം കൊണ്ട് തന്നെ ഒതുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ജോബാണ് ദൈവത്തെ മഹത്വപ്പെടുന്നത്. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ പഴിച്ചില്ല. അപ്പോൾ ആ ജോബിന്റെ ജീവിതത്തിലേക്കാണ് ദൈവം വന്ന് അനുഗ്രഹങ്ങൾ ചൊല്ലുന്നത്, അല്ലെ? അവർ നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കുന്നു, അല്ലെ? 100 ഇരട്ടിയായി അവന് കൊടുക്കുകയാണ്. അപ്പോൾ ജോബിനെ ഈ ദുരിതത്തിലും ദൈവം കണ്ടു, ജോബ് ദുരിതത്തിലും ദൈവത്തെ കണ്ടു. ദൈവത്തിന് ജോബ് നന്ദി പറഞ്ഞു ആ കഷ്ടതകളിൽ. അപ്പൊ ഇതുപോലെ നമുക്കും നമ്മുടെ യാതനകളിലും സങ്കടങ്ങളിലും ദുരിതങ്ങളിലും പരാജയങ്ങളിലും ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ കഴിയണം. അതാണ് ഹൃദയത്തിന്റെ യഥാർത്ഥ നന്ദി ഭാവം എന്ന് പറയുക. വീണ്ടും ദൈവത്തിന്റെ നിഗൂഢ കരുണയെ അനുസ്മരിച്ച് നന്ദി പറയണം. അതെന്താണ് ഈ ദൈവത്തിന്റെ നിഗൂഢ കരുണ? നമ്മൾ അറിയാത്ത എത്രയോ സാഹചര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത എത്രയോ നമുക്ക് സംഭവിക്കാമായിരുന്ന എത്രയോ ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ദൈവം നമ്മളെ കരുതിയിട്ടുണ്ടാവാം. ചിലതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ഇത് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ പ്രത്യേക കരുണയാലാണ് എനിക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. ഞാൻ അർഹിക്കുന്നതായിരുന്നില്ല, അല്ലെ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല, അല്ലെ ഞാൻ വിചാരിച്ചതായിരുന്നില്ല. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ടോ? അത്തരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊന്ന് വീഴാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ പാദങ്ങൾ ഇടറുമ്പോൾ
ദൈവം നമ്മളെ താങ്ങി പിടിച്ചിട്ടുള്ളത് നമുക്ക് വലിയ അനുഭവമായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഇല്ലേ? അപ്പോൾ അവിടെ പെയ്തിരുന്നത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ നിഗൂഢമായ കരുണയാണ്. അതുകൊണ്ടാണ് എൻ്റെ പാദങ്ങൾ ഇടരാതിരിക്കാൻ, അല്ലേ, ദൈവം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്ന ദൈവം നമ്മളെ നിഗൂഢമായ കരുണ നമ്മളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സംഭവത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മോശയുടെ കൈക്ക് കുഷ്ഠം ബാധിക്കുന്ന ഒരു സംഭവം നമ്മളിവിടെ വായിക്കുന്നുണ്ട്, അല്ലെ? കൈ പാർശ്വത്തിൽ വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോൾ കുഷ്ഠം സുഖമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തില് ദൈവത്തിന്റെ കരുണയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവം കരുണ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ചില സൗഖ്യങ്ങള്, ചില രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ദൈവം ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നിഗൂഢമായ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്ത, അതായത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള ദൈവകരുണയെ ഓർത്ത് നമ്മള് ദൈവത്തിന് നന്ദി പറയണം. ഇനി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി മാനസാന്തരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥനയിൽ മുഴുകി ഇങ്ങനെ മലമുകളിൽ, അർവണ പർവ്വത കുന്നുകളിലൊക്കെ പോയിരുന്ന് തനിച്ചിരുന്ന് ദീർഘസമയം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് ഫ്രാൻസിസിന് മുൻപിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഫ്രാൻസിസെ, നീ ഇങ്ങനെ ഭിക്ഷയൊക്കെ യാചിച്ച് നീ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, നീ എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരുമോ? നീ എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരുമോ? എനിക്ക് എന്തെങ്കിലും ഭിക്ഷത എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുക. അപ്പം പാവം ദരിദ്രനാണ്, ഒന്നുമില്ല, ഉടുതുണി പോലും പിതാവ് ആവശ്യപ്പെട്ടപ്പം പിതാവിന്റെ മുമ്പിലേക്ക് അഴിച്ചു കൊടുത്തതാ, അല്ലെ? ഒന്നുമില്ലാതെ അവസ്ഥയിൽ ചാക്കൊടുത്ത് ബിഷപ്പ് കൊടുത്ത ആ ബിഷപ്പിന്റെ വസ്ത്രത്തിൽ പൊതി മറവിടിക്കുകയായിരുന്നു. പിന്നീട് ചാക്കു വസ്ത്രമൊക്കെ ധരിച്ചാണ് ഫ്രാൻസിസ് നടക്കുന്നത്, അല്ലെ? ഇങ്ങനെ പോകുന്ന ഈ ഫ്രാൻസിസിന്റെ കയ്യിൽ ഒന്നുമില്ല. ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി ഭിക്ഷ യാചിച്ച് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചാണ് കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് വന്ന് എനിക്ക് നീ ഭിക്ഷ തരിക എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസിസിന്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ എന്ന് ഫ്രാൻസിസ് പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, നിനക്ക് തരാൻ ഒന്നുമില്ല. അപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫ്രാൻസിസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യ് നിന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അപ്പം ഫ്രാൻസിസ് കൈ പാർശ്വത്തിൽ വെച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ അത് എടുത്തു നോക്കുക, നീ അത് കൈ തുറന്നു നോക്കുക. അപ്പോൾ അതിനകത്തൊരു സ്വർണ്ണക്കെട്ട്, ഒരു സ്വർണ്ണക്കെട്ട്, അത് എനിക്ക് തരാൻ കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവ് എന്നെ ഫ്രാൻസിസ് അത് കൊടുത്തു. അപ്പൊ വീണ്ടും കർത്താവ് ഫ്രാൻസിസിനോട് പറയുകയാണ്, എനിക്ക് വീണ്ടും നീ ഭിക്ഷ തരിക. അപ്പോഴും ഫ്രാൻസിസ് പറഞ്ഞു, കർത്താവ് ഞാൻ എന്താണ് തരിക? എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴും കർത്താവ് അതേ കാര്യം തന്നെ അവനോട് പറഞ്ഞു, നീ നിന്റെ കൈ വീണ്ടും നിന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവൻ തന്റെ കൈ വീണ്ടും പാർശ്വത്തിൽ വെച്ചു. അപ്പോൾ ആദ്യത്തിനേക്കാൾ വലിയൊരു സ്വർണ്ണക്കെട്ടി അവന്റെ കയ്യിൽ കാണപ്പെട്ടു എന്നാ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതെനിക്ക് തരും. ഫ്രാൻസിസ് അത് കർത്താവിന് കൊടുത്തു. വീണ്ടും 3-ാം പ്രാവശ്യവും ഫ്രാൻസിസിനോട് കർത്താവ് പറയാണ്, നീ എനിക്ക് ഭിക്ഷ തരിക, നീ എനിക്ക് ഭിക്ഷ തരിക എന്ന് 3-ാം പ്രാവശ്യവും ചോദിച്ചപ്പോഴും ഫ്രാൻസിസ് പറഞ്ഞു, കർത്താവേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് ആവശ്യപ്പെട്ടു, നിന്റെ കൈ പാർശ്വത്തിൽ നീക്കുക. 3-ാം പ്രാവശ്യവും അതിനേക്കാൾ വലിയൊരു സ്വർണ്ണക്കെട്ടി ഫ്രാൻസിസിന്റെ കയ്യിൽ കണ്ടതാണ് പറഞ്ഞത്. കർത്താവ് അതും ചോദിച്ചു പറഞ്ഞു. എന്നിട്ട് ഇവിടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങള്, നിഗൂഢ പ്രവൃത്തികള്, അത് നമ്മൾ നോക്കുമ്പോൾ നമ്മള് കാണുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ഒരു കരത്തോടുകൂടെ നമ്മളത് ദർശിക്കുമ്പോൾ, അല്ലെ ദൈവത്തിൽ നമ്മളത് ദർശിക്കുമ്പോൾ അത് അനുഗ്രഹങ്ങൾ സ്വർണ്ണക്കട്ടി പോലെ നമുക്ക് കണ്ടെടുക്കാനായിട്ട്, ദൈവത്തിന്റെ കരുണയെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഫ്രാൻസിസിന് അതിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് ദൈവം ചെയ്ത കാര്യങ്ങള്, ദൈവം ചെയ്യുന്ന കാര്യങ്ങള് പലതും നമ്മൾ അറിയുന്നില്ല, നിഗൂഢമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ സ്വർണ്ണക്കെട്ടി കർത്താവ്
ദൃശ്യമാക്കി കൊടുത്തപ്പോഴാണ് അവന്റെ നെഞ്ചിൽ സ്വർണ്ണക്കട്ടി ഉണ്ടെന്ന് ഫ്രാൻസിസിന് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവൻ ദൈവം ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല, പലപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുന്നില്ല. ഇനി നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ട, കാണേണ്ട, തിരിച്ചറിയേണ്ട ഈ സ്വർണ്ണക്കട്ടി പോലുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഉദാഹരണത്തിന്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ രക്ഷ. നമ്മൾ ഓർക്കുന്നുണ്ടോ? അനുഗ്രഹമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ദൈവം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ വീണ്ടെടുപ്പ്, തന്റെ രക്ഷാകര പ്രവൃത്തി. നമ്മള് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവബന്ധം നഷ്ടപ്പെടുത്തിയതിലൂടെ നമ്മൾ ആരുടെ മക്കളായിത്തീർന്നു? പിശാചിന്റെ മക്കളായിത്തീർന്നു. ദൈവമക്കളായിട്ട് ദൈവത്തോടുകൂടെ തോളത്ത് കൈയിട്ടുലാക്കി നടന്ന മക്കള്, ദൈവത്തിന്റെ ജീവൻ സമൂഹിച്ചിരുന്ന മക്കള്, ദൈവികമായ സ്വാതന്ത്ര്യത്തിലും ആനന്ദത്തിലും അബ്ബാ എന്ന് ദൈവത്തെ വിളിച്ചിരുന്ന മക്കള്, സാത്താന്റെ വാക്കുകേട്ട് ആ കനി ഭക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ ജീവൻ നഷ്ടമായി, ദൈവബന്ധം നഷ്ടമായി. അവരാരുടെ മക്കളായി തീർന്നു? എന്റെ വാക്ക് കേൾക്കുന്നവനാണ് എന്റെ മക്കൾ, എന്റെ ഹിതം നിറവേറ്റുന്നവരാണ്, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവരാണ് ദൈവമക്കൾ. പിശാചിന്റെ വാക്ക് കേൾക്കുന്നവൻ പിശാചിന്റെ മക്കൾ. പിശാച് നുണയുടെ പിതാവുമാണ്. ഈ നുണയുടെ നുണവചനം കേട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാണ്, നീ മരിക്കില്ല. ദൈവം പറഞ്ഞു നീ തിന്നാൽ മരിക്കും. അപ്പോൾ പിശാച് പ്രലോഭിപ്പിച്ചതനുസരിച്ച് പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ അവർ ആർക്കടിമയായി മാറി? അപ്പോൾ അവന്റെ മക്കളെല്ലാം ഈ അമർത്യതയിൽ പിശാചിന്റെ മക്കളായി ഭവിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതിനെ രക്ഷിക്കാൻ, ആ അവസ്ഥയിൽ തന്നെ മക്കളെ വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെതായിട്ട് വീണ്ടും ആക്കി തീർക്കാനായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് രക്ഷയുടെ പ്രവൃത്തി. തന്റെ പുത്രനെ അയച്ചുകൊണ്ട് പരിഹാരം ചെയ്ത്, മനുഷ്യന്റെ പാപത്തിന് ശരീരത്തിൽ പരിഹാരം ചെയ്ത് പരിഹാര ബലിയായി. അതുവരെ മനുഷ്യന്റെ പാപങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പാപപരിഹാരമായിട്ട് കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുകയാണ് ചെയ്യുക. ഇതാ ഇവിടെ ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടായിട്ട് തന്റെ പുത്രനെ അയച്ചുകൊണ്ട്, പുത്രനെ ബലിയർപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യരക്ഷ സാധിക്കുകയാണ്, വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. അപ്പൊ ഈ വീണ്ടെടുപ്പ് സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമുക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ ദൈവമക്കളാകുമായിരുന്നോ? ഇല്ല, സ്വർഗത്തിന് അവകാശികളാവില്ല. അപ്പൊ ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വീണ്ടെടുപ്പാണ്. വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? അപ്പൊ കൃതജ്ഞതയായിട്ട് നമ്മൾ ബലി അർപ്പിക്കാൻ പോവുകയാണ്. ഈ ബലിയിലൂടെ എന്നെ വീണ്ടെടുത്തതാണ്, ഈ ബലിയാണ് എന്റെ വീണ്ടെടുപ്പ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നന്ദിയോടെ ബലി അർപ്പിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് ദൈവത്തിന് നന്ദി പറയേണ്ടത് തന്റെ രക്ഷാകര കർമ്മത്തിനാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹത്തിനാണ് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. ഈ സ്നേഹമോർത്ത് നമ്മൾ ഇത് നന്ദി പറയുന്നുണ്ടോ? ഈശോയെ എനിക്ക് ദാനമായി നൽകി, ഈശോയിലൂടെ എന്നെ രക്ഷിച്ചത്, വീണ്ടും ഈശോയെ തന്നെ എനിക്ക് ഭക്ഷണമായി. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്താലേ ജീവിക്കൂ, അല്ലേ? അപ്പോൾ ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വയം ഭക്ഷണമായിട്ട് സ്വീകരിക്കാൻ ദൈവം നമുക്ക് തന്നെ ഭക്ഷണമാക്കി തന്നു. അപ്പോൾ ഈശോയാകുന്ന രക്ഷകനാകുന്ന ഈ ദൈവപുത്രനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ദൈവത്തിന് നന്ദി പറയേണ്ടത്. ക്രിസ്മസ് ഒക്കെ അടുത്തു വരാൻ പോകുക. ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ ദാനം എന്താണ്? തന്റെ പുത്രനാണ്. ദൈവത്തോട് സമനായിരുന്ന, ദൈവമായിരിക്കുന്ന അവിടുത്തെ വചനം മാംസമാക്കി, അല്ലെങ്കിൽ വചനത്തെ അനാദിയിലെ ഉണ്ടായിരുന്ന, അതിൽ വചനം ഉണ്ടായിരുന്ന, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ ദൈവമായ വചനത്തെ മാംസമാക്കി ഒരു ശിശുവിന്റെ രൂപത്തിലേക്ക് ആക്കി, നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന, നമ്മുടെ രൂപമുള്ള, മനുഷ്യന്റെ രൂപമാകൃതിയിൽ മനുഷ്യന്റെ രൂപമുള്ള ഒരു ശിശുവാക്കി നമ്മുടെ മുമ്പിലേക്ക്, ബെത്ലഹേമിലേക്ക്, ഒരു പുൽക്കൂട്ടിലേക്ക് ഇന്ന് തന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി, ദൈവത്തിന്റെ മനുഷ്യാവതാരം
ദൈവം ഈശോ, ദൈവം മനുഷ്യനായി ഈ വീണ്ടെടുപ്പിന്റെ ഓരോ കാര്യങ്ങളും ഓർത്താണ് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. അതാണ് കുർബാന കൃതജ്ഞതയുടെ ബലിയാകുന്നത്. അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് നമ്മൾ എന്താണ് ഓർമ്മിക്കുന്നത്? എന്താണ് ഇവിടെ ആചരിക്കുന്നത്? ഈശോയുടെ തിരുപ്പിറവിയാണ്. അപ്പൊ ഈ കുർബാനയിൽ നമ്മൾ ഹൃദയം ചേർത്ത് ഓർത്ത് നന്ദി പറയണം. ഈശോയെ ഞങ്ങൾക്ക് തന്നതിന്, ദൈവം മനുഷ്യനായി പിറന്നതിന്, ഞങ്ങളെ വീണ്ടും രക്ഷിച്ചതിന് നമ്മൾ നന്ദി അർപ്പിക്കണം. അപ്പൊ ഏതാനും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. നമ്മൾ നന്ദിയെ കുറിച്ചാണ് പറയുക. നന്ദിയുടെ മനോഭാവം, കൃതജ്ഞതാ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം സൂക്ഷിക്കണം. നമുക്ക് മുൻപിൽ നമ്മൾ ഇന്ന് തകലിക്കാട്ടച്ഛന്റെ കബറടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് കണ്ടെടുക്കാവുന്ന ആ മാതൃകയാക്കാവുന്ന ചില സ്വഭാവ സവിശേഷതകളെ, ചില നന്മകളെയാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കൃതജ്ഞതയുടെ ഒരു മനോഭാവമാണ്, നന്ദിയുടെ ഒരു ഭാവമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ വിളങ്ങി നിന്ന ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളും വളരണം. അതിനെങ്ങനെയൊക്കെയാണ് നന്ദി പറയേണ്ടത്? ദൈവത്തിന് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഒരു കൃതജ്ഞതയുടെ ജീവിതമാക്കി മാറ്റാവുന്നത്? നമുക്ക് എങ്ങനെയാണ് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ള ചില ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയാൽ, ദൈവത്തിന്റെ കരം നമ്മിൽ പ്രവർത്തിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രവർത്തിച്ച ആദ്യ അനുഭവങ്ങളിൽ ഒന്ന് നമ്മുടെ ജനനമാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? പക്ഷെ മനുഷ്യ ജീവിതത്തിലേക്ക് ദൈവം ചെയ്ത ആദ്യ അത്ഭുതമാണ് തന്റെ പുത്രനെ തന്നെ മനുഷ്യ സ്വരൂപത്തിലേക്ക് മനുഷ്യനായി അവതരിക്കാനായിട്ട് അനുവദിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹാ 3:16 പറയാ, തന്റെ ഏകജാതനെ നൽകാൻ പറ്റുന്നത് ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ ദൈവം ചെയ്ത വലിയ കാര്യം, തന്റെ പുത്രനെ നമുക്കൊരു മനുഷ്യരൂപത്തിൽ ഉണ്ണി യേശുവായി നമ്മുടെ കണ്ണിൽ കാണാവുന്ന രീതിയിൽ ബേത്ലഹേമിൽ ദൃശ്യമാക്കി തന്ന ആ വലിയ അപ്പത്തിന്റെ ഭവനത്തിലെ എമ്മനുവേലിന്റെ ആ സാന്നിധ്യ അനുഭവത്തെ ഓർത്ത് ഒന്ന് ഹൃദയം തുറന്ന് ആ സന്തോഷം ഒന്ന് അനുഭവിച്ച് ബേത്ലഹേമിലെ തിരുപ്പിറവിയുടെ ഒരു ആനന്ദം ഓർത്ത് ഉണ്ണീശോയെ നമുക്ക് നൽകിയ മാതാവ് കരങ്ങളിലെടുത്ത്, യോസേപ്പിതാവ് കരങ്ങളിലെടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് വീണ്ടും അപ്പത്തിന്റെ രൂപത്തിൽ തരുന്നതൊക്കെ ഓർത്ത് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി പറഞ്ഞേ, ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് ടു ജീസസ്, താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു കാര്യം കാണുകയാണ്. രക്ഷയുടെ ആദ്യ സംഭവം നമുക്കറിയാം മനുഷ്യ അവതാരമാണ്. രക്ഷാകര പ്രവൃത്തിയിലെ ആദ്യ സംഭവം മനുഷ്യ അവതാരമാണ്. ഈ മനുഷ്യ അവതാരം കഴിഞ്ഞാൽ കർത്താവ് തന്റെ പീഡാസഹന മരണ ഉയർപ്പിലൂടെ എല്ലാം നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. ഈ രക്ഷാകര പ്രവൃത്തിയെ നമ്മൾ ഒന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ പീഡാസഹനത്തെ കുറിച്ച് നമ്മൾ നന്ദി പറയണം, അവിടുത്തെ പരസ്യ ജീവിതത്തെ കുറിച്ച് നമ്മൾ നന്ദി പറയണം, അവിടുത്തെ കുരിശുമരണത്തെ കുറിച്ച് നന്ദി പറയണം, അവിടുത്തെ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ നന്ദി പറയണം. അതെല്ലാം കൂടെ കുട്ടിയാണ് നമ്മുടെ രക്ഷാകര പ്രവൃത്തി എന്ന് പറയുക. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഈശോ പകരക്കാരനായിട്ട് മരിച്ചു, അല്ലെ? നാം ഏറ്റെടുക്കേണ്ടിയിരുന്ന ശിക്ഷകളെല്ലാം ഈശോ തന്റെ ശരീരത്തില് ഏറ്റെടുത്തു. അവന്റെ മുറിവുകളാൽ നമ്മള് സുഖമാക്കപ്പെട്ടു, അല്ലെ? നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ ചുമന്നത്. അപ്പൊ ഇതെല്ലാം ഓർത്ത് നമ്മൾ അവിടത്തേക്ക് നന്ദി പറയണം. ഇതെല്ലാം ഓർത്ത് നമ്മൾ നന്ദി പറയാറുണ്ടോ? അതോ ബാങ്ക് ലോൺ അനുവദിച്ചപ്പോഴും, കൊച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോഴും, വീടിന്റെ പണി പൂർത്തിയായപ്പോഴും ഒക്കെയാണ് നമ്മൾ നന്ദി പറയുന്നത്? എന്ത് പറയുന്നു? കുരിശിൽ കരങ്ങൾ വിരിച്ച് എനിക്ക് പകരക്കാരനായി മരിച്ചതിനെ കുറിച്ച് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ടോ? തുറുങ്കലിൽ അടയ്ക്കപ്പെട്ട് ഒരു രാത്രി മുഴുവൻ മുറിവേറ്റ് നീറുന്ന ശരീരവുമായി ഇരുണ്ട അറയ്ക്കുള്ളിൽ കെട്ടപ്പെട്ട് കഴിഞ്ഞ ഈശോയെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നുണ്ട്. ഞാനാണ് അങ്ങനെ കിടക്കേണ്ടിയിരുന്നത്, എനിക്ക് പകരമായി ഈശോ അങ്ങനെ കിടന്നു. ഇല്ല, മുൾമുടി അണിഞ്ഞു, ചാട്ടവാറടിയേറ്റു. ഇങ്ങനെയെല്ലാം ചെയ്തതിനെ പ്രതി ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ബോധപൂർവം പറയുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പറയണം.
അപ്പോൾ വീണ്ടെടുപ്പിനെ കുറിച്ച്, രക്ഷാകര പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കണം. അതൊക്കെയാണ് സ്വർണ്ണക്കട്ടിയായിട്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്. വീണ്ടും നമ്മളെ ഈ അവസ്ഥയുടെ രക്ഷയുടെ ഫലം അനുഭവിക്കുന്ന കൂദാശ, ജ്ഞാനസ്നാനം, നമുക്ക് നൽകിയ ജ്ഞാനസ്നാന കൃപകളെ കുറിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രിതമാക്കിയ കൂദാശയാണ് മാമോദീസ. മാമോദീസയിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി വീണ്ടെടുക്കപ്പെട്ടത്. ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മളെ കൂട്ടിച്ചേർത്തത്. ദൈവത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് നമ്മൾ മാറിയത്. സഭയാവുന്ന ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് നമ്മൾ മാറിയത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു ശരീരത്തിന്റെ ശിരസ്സാണ്. അല്ലെ, സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. നമ്മൾ അതിന്റെ അവയവങ്ങളാണ്. അപ്പൊ എന്നെ ക്രിസ്തുവിന്റെ അവയവമാക്കിയതിനെ ഓർമ്മ, എന്നെ വീണ്ടും ദൈവപുത്രിയാക്കി പുത്രനാക്കിയതിനെ ഓർമ്മ, ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രണം ചെയ്തതിനെ ഓർമ്മ, എന്നിൽ ചൊരിഞ്ഞ കൃപാവരങ്ങളെ ഓർമ്മ ഞാൻ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഇതാണ് രണ്ടാമത്തെ സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞാൽ, ദൈവം എന്നിൽ ഞാൻ അറിയാതെ തന്നെ, കാണപ്പെടാതെ നിഗൂഢമായ രീതിയിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ. എന്റെ മാമോദീസായിലൂടെ എന്റെ ജനനത്തിന്റെ നിമിഷം മുതൽ അവസാനം വരെ, മരണം വരെയുള്ള നിമിഷങ്ങളിൽ ജീവിച്ചു പോകാനായിട്ടുള്ള ദൈവകൃപ എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വർഗം നേടാൻ വേണ്ടുന്ന കൃപകൾ എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നിത്യജീവനിൽ പ്രവേശിക്കാനായിട്ടുള്ള യോഗ്യത എനിക്ക് നൽകിയിട്ടുണ്ട്. അതുവരെ നിത്യജീവനിലേക്ക് എന്റെ ജീവനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എന്നെ ചൊല്ലിയിട്ടുണ്ട്. ഇതറിഞ്ഞും ഇത് വിശ്വസിച്ചും എന്റെ ജ്ഞാനസ്നാനത്തെ കുറിച്ച്, ജ്ഞാനസ്നാന കൃപകളെ കുറിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? 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 പലപ്പോഴും ഇല്ല എന്ന് പറയാം. ഇപ്പൊ നമ്മൾ സർവാധിപനാം പാടുമ്പോൾ ഈശോ യോർദാനിൽ മാമോദീസ സ്വീകരിച്ചതും സ്വർഗം തുറക്കപ്പെട്ടതും ഒക്കെ നമ്മൾ കുർബാനയിൽ അനുസ്മരിക്കുന്നുണ്ട്. നമ്മുടെ മാമോദീസയാണ് നമ്മൾ അവിടെ ഓർക്കേണ്ടത്. വിശുദ്ധ കുർബാന മുഴുവൻ നന്ദി പ്രകാശനമാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഈശോയുടെ ജനനമോർത്ത് നന്ദി പ്രകാശിക്കുമ്പോൾ, വീണ്ടും നമ്മുടെ മാമോദീസായോർക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. സർവാധിപനാമൊക്കെ പാടുമ്പോൾ, അപ്പോൾ അങ്ങനെയാണ് കൃതജ്ഞതയുടെ ബലിയായിട്ട് നമുക്ക് അർപ്പിക്കാൻ സാധിക്കുക. വീണ്ടും ദൈവത്തിന്റെ വചനം ഓർത്ത്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവവചനത്തെ ഓർത്ത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം അല്ലേ. ഈശോ വന്നിട്ട് നമ്മള് മൂന്നാമത്തെ രഹസ്യം, പ്രകാശത്തിന്റെ രഹസ്യത്തിൽ പറയും. എന്താണ് പറയുക? മാനസാന്തരപ്പെടുവിൻ, അനുഭവിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈശോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. ദൈവവചനത്തെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. ഈ വചനമാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നത്. അപ്പോൾ മാനസാന്തരത്തിന്റെ കൃപകള് നമുക്ക് കുമ്പസാരത്തിലൂടെ ചൊരിയുന്ന, കൂദാശ ജീവിതത്തിലൂടെ ചൊരിയുന്ന കൃപകളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാമത്തെ സ്വർണ്ണക്കട്ടി. നമ്മൾ കണ്ടെത്താതെ നമ്മുടെ നെഞ്ചിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഫ്രാൻസിസിനോട് ദൈവം ചോദിച്ചു, നീ എനിക്ക് ഭിക്ഷ തരിക. ഫ്രാൻസിസ് പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ കൈ നെഞ്ചിൽ വയ്ക്കുക, തിരിച്ചെടുത്ത് നിനക്ക് തരിക. നോക്കിയപ്പോൾ കൈക്കുള്ളിൽ സ്വർണ്ണക്കട്ടി. അവിടെയാണ് നമ്മൾ പറഞ്ഞു, ദൈവത്തെ തന്നെ നമുക്ക് ദാനമായി തന്ന ആ സ്വർണ്ണ നിധിയെ, ഈശോയാകുന്ന നിധിയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അത് ദൈവത്തിന് നമ്മൾ തിരികെ കൊടുക്കണം. രണ്ടാമതായിട്ട് നമ്മള് ദൈവത്തിന്റെ മക്കളായി പിറന്ന ജ്ഞാനസ്നാനം എന്ന ആ വലിയ ദാനത്തെ ഓർത്ത്, ആ നിമിഷങ്ങളിൽ നമ്മൾ ചൊരിഞ്ഞ വലിയ കൃപകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അതാണ് രണ്ടാമത്തെ സ്വർണ്ണക്കട്ടി. വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ ഇതര കൂദാശകളിലൂടെ, ദൈവവചനത്തിലൂടെ, മാനസാന്തരത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതിലൂടെ, സർവോപരി സ്വർഗം നമുക്ക് അവകാശമായി തന്നിരിക്കുന്നതിലൂടെ, തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് തന്ന് അത് ഭക്ഷിച്ച് പാനം ചെയ്ത് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിന്റെ വചനം സ്വീകരിച്ച്,
ദൈവത്തെ ഭക്ഷിച്ച് സ്വർഗത്തിൽ പോകാനുള്ള വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദൈവത്തിലേക്ക് നടന്നെടുക്കേണ്ട നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിൽ ദൈവം ചൊരിയുന്ന കൃപകൾ എണ്ണി അവിടത്തേക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. അതാണ് നമ്മൾ ആദ്യം കണ്ട വചനം. നമ്മള് എങ്ങനെ കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? വാക്കുകളിൽ നന്ദി പറയണം, ഹൃദയത്തിൽ നന്ദി സൂക്ഷിക്കണം. മറ്റുള്ളവരോടുള്ള സംഭാഷണത്തിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും ഞാൻ എന്ത് ചെയ്യണം? നന്ദി പ്രകാശിപ്പിക്കണം. അങ്ങനെ എന്റെ ജീവിതം കൃതജ്ഞതയുടെ ഒരു ജീവിതമായിരിക്കണം, നന്ദിയുടെ ഒരു ജീവിതമായിരിക്കണം. സന്തോഷത്തിൽ മാത്രം പോരാ, ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടതയിലും പരാജയങ്ങളിലും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണമെന്നാണ് ജോബിന്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചത്. അല്ലേ? നമ്മൾ പറഞ്ഞു, ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, ആലയിൽ അട്ടിപ്പറ്റു പോയാലും അല്ലെ, അത്യാവശ്യം പൂത്തില്ലെങ്കിലും കാഴ്ചയില്ലെങ്കിലും വയലിൽ ധാന്യം വിളക്കില്ലെങ്കിലും ഞാൻ കർത്താവിനെ ആശ്രയിക്കും. അല്ലേ? കർത്താവാണ് എന്റെ ബലം. ഇപ്രകാരം ജീവിതത്തിന്റെ ദുഃഖ ദുരിത അനുഭവങ്ങളിലും കഷ്ടപ്പാടുകളിലും ക്ലേശങ്ങളിലും സങ്കടങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയുക. പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലിഹ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്താണ് പറഞ്ഞത്? പൗലോസ്ലിഹ തന്റെ ശിഷ്യരായ താൻ സുവിശേഷം അറിയിച്ച ഇടങ്ങളിലെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. ആർക്ക് നന്ദി പറയുന്നു? പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മളിവിടെ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കാനാണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ശ്ലീഹ പറയുന്നത് പോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കൃതജ്ഞത അർപ്പിക്കണം. നമ്മുടെ അപേക്ഷകൾ നിരത്തുന്നതിനേക്കാൾ മുൻപ്, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ എന്ത് പറയണം? ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം, നന്ദി പറയണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശു ക്രിസ്തുവിൽ നിന്ന് ആ സ്നേഹത്തെക്കുറിച്ച് അതേക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ ബോധ്യം ലഭിക്കും. സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ സന്തോഷം നമ്മുടെ മനസ്സിൽ നിറയും. അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുങ്ങണം. അപ്പൊ നമ്മള് നിത്യജീവിതത്തിലേക്ക് ചേർക്കുന്ന, നമ്മള് സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന ഈ ബലിയിലേക്ക് പങ്കുചേരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മനോഭാവത്തോടെ ആയിരിക്കാം. കൃതജ്ഞതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. അപ്പൊ കൃതജ്ഞതയോടുകൂടെ ഈ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പുണ്യപിതാവ് ബന്ധുക്കാട്ടിൽ അപ്പച്ചൻ നമുക്ക് കാണിച്ചു തന്ന ഈ നന്ദിയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം. എല്ലാവരും നമുക്ക് ഒരു നിമിഷം എണീറ്റ് നിന്ന് സ്വന്തമായിട്ട് സ്തുതിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നതേ, ഇന്ന് തന്ന ദൈവവചനത്തെ ഓർത്ത് നന്ദി പറയുന്നതേ, നന്ദി പറയുവാൻ ഞങ്ങളെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നത്. എങ്ങനെ നന്ദി പറയണം, എന്തു പറയണം എന്നറിയത്തില്ല. ആവർത്തനീയമായ ഗാനങ്ങളെ പ്രതി